പഴയ താപ്പാനകളുടെ മുഴുവൻ താവളാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൂർ OV വിജയൻ ഒരു ചിട്ടയായ ജീവിതമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. നമുക്കറിയാം നാട്ടിൽ ഈ കലയും സാഹിത്യമൊക്കെ ആകുമ്പോൾ തോന്നിയ നേരത്ത് വരും, തോന്നിയ നേരത്ത് പോവും. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട മുരളി മാഷാണ്. മുരളി മാഷ് ഏകദേശം 30-ൽ കൂടുതൽ വർഷം പ്രവാസ ജീവിതം നയിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം നാട്ടിലേക്കൊരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ആ യാത്ര പോകാൻ ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് നേരം സംസാരിക്കുകയാണ്. നമസ്കാരം മാഷെ. നമസ്കാരം. ഈ മാഷ് ആദ്യമായിട്ട് പ്രവാസ ജീവിതം തുടങ്ങുന്നത് ഒരു 30 വർഷത്തിന് മുന്നേ ആണെന്ന്. ഏകദേശം 40 ആവാറായി. 39. അത് ശരി. എന്തായിട്ടായിരുന്നു ഇവിടത്തേക്കുള്ളൊരു വരവ്? ഇപ്പം നാട്ടിൽ നമുക്കറിയാമല്ലോ, പലപ്പോഴും എത്ര സൗകര്യങ്ങളൊക്കെ അന്ന് അത്ര വലിയൊരു സാമ്പത്തികമായ സൗകര്യമൊന്നുമല്ല. ശരി, അച്ഛൻ സാധാരണ ഒരു തൊഴിലാളിയാണ്, ബസ്സിൽ ജോലിയാണ്, അമ്മ ഓഫീസിൽ ജോലിയായിരുന്നു. ശരി, പിന്നെ ചേട്ടനും അനിയനും മുമ്പ് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പാരലൽ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ പാരലൽ കോളേജുകൾ ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. ഉള്ളത് അവിടെ തന്നെ ചിലവാകും. കാരണം വല്ല ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ഇതൊക്കെ കഴിയുമ്പോൾ, കാരണം അന്ന് 500-600 തരും. കാരണം അത്ര അധികം ഇതുണ്ടാവില്ല. അപ്പോൾ വീട്ടുകാർക്ക് തോന്നി ഇത് അത്ര നല്ലൊരു പന്തിയല്ല. അപ്പോൾ എന്ത് പറഞ്ഞു, ഞാൻ അവിടെ കോളേജിലൊക്കെ നോക്കിയിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസ അന്ന് മറക്കരുത്, ഇന്ന് കോടികളാണെങ്കിൽ അന്ന് 1.5 ലക്ഷം വേണ്ടു. പക്ഷേ അന്ന് നടന്നില്ല അത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പിന്നെ ഇവർ പറഞ്ഞു നീ എന്തായാലും ഗൾഫിലേക്ക് പോ, ഇവിടെ ഈ പാരലും വെച്ചിട്ട് കളി വേണ്ട. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ശരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സാരില്ല, ജീവിതം നമുക്ക് എവിടെയാണെന്ന് അറിയില്ലല്ലോ. മാത്രമല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും മലയാളമൊക്കെ ഉണ്ട്. അപ്പം അതിന് സാധ്യതകളുണ്ട് മലയാളം അധ്യാപനത്തിന്. കാരണം എൻ്റെ വിഷയം അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം നാട്ടിൽ ഞാൻ ഏകദേശം ഒരു 4-5 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം എനിക്ക് തോന്നി ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വിധി ഇപ്പോൾ ഇവിടെ കിട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. കാരണം അവിടുത്തെയുള്ള എല്ലാ എന്താ പറയുക സാഹിത്യത്തിൻ്റെ പറ വയ്ക്കുന്നിടത്തൊക്കെ പോകുന്ന ഒരാളാണ്. അവിടെയൊക്കെ ചെന്ന് അതിൻ്റെ പങ്കെടുത്തിട്ട് പ്രസംഗമൊക്കെ വളരെ ഇതാണെന്ന്, അന്നൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MA പഠിച്ച സമയത്താണ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ താപ്പാനകളുടെ മുഴുവൻ താവളാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൂർ OV വിജയൻ, മറ്റേ ഈ പല അതേപോലത്തെ വലിയ ചേലനാട്ട് അച്യുതമേനോൻ, ഇങ്ങനെ അങ്ങോട്ട് ഒരു വലിയ തന്നെ അവിടുന്ന് വന്നിട്ടുണ്ട് ശരിക്കും. നമ്മുടെ വൈലോപ്പിള്ളി അവിടെ ഉണ്ടായിരുന്നു, MN വിജയൻ മദ്രാസിൽ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു താവളമുണ്ട് ശരിക്കും. മാത്രമല്ല എനിക്ക് പ്രൊഫസറായിട്ട് കിട്ടിയത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയ ഉസ്താദിനെയാണ്, KM പ്രഭാകര വാര്യർ. കാരണം പ്രഭാകര വാര്യരാണ് യഥാർത്ഥത്തിൽ മറ്റേ മലയാള ഭാഷയുടെ ഈ ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രപരമായ വിഷയത്തിൽ ഏറ്റവും അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ കിട്ടിയപ്പോൾ എന്ത് മെച്ചം കിട്ടിയെന്ന് വെച്ചാൽ ലാംഗ്വേജിനോടുള്ള ഒരു ബന്ധം വളരെയധികം ഉണ്ടായി. അപ്പോൾ ആ ഒരു ബലം കൂടി ചേർത്ത് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തി, ഗൾഫിലെത്തിയതിന് ശേഷം ആദ്യമായി ഏത് തൊഴിലിലേക്കാണ് അങ്ങ് പ്രവേശിച്ചത്? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിൽ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമായിരുന്നില്ല. ഭാഗ്യത്തിന് അന്ന് നമ്മുടെ ചന്ദ്രാപിന്നി ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് ചാമക്കാല. അപ്പോൾ അവിടെയുള്ള ഒരാൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടു. അന്ന് മറ്റേ നൈഫ് റോഡിൻ്റെ ആ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്, അൽഫത്തൈമിൻ്റെ അവിടെ. അപ്പോൾ ഒരു പയ്യനെ അന്ന് ട്യൂഷന് കിട്ടി പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓരോ ഇതാണത്, നിയോഗങ്ങളാണ് ശരിക്കും. അപ്പോൾ അവനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ദുബായ് NI മോഡൽ സ്കൂളിൽ ഒഴിവുണ്ട് എന്ന് അറിയുന്നു. അതും അവിടുത്തെ ചില ടീച്ചേഴ്സുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരം കിട്ടുന്നു. ഈ ഒരു ബന്ധം, കാരണം അതൊരു നല്ല ബന്ധമായിരുന്നു ശരിക്കും. കാരണം അവിടെ ഞാൻ ഈ സാഹിത്യത്തോടുള്ള ഈ വർത്തമാനമൊക്കെ അന്നുണ്ട് ഇന്നുമുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവർക്കും അതൊരു ഇൻട്രസ്റ്റായി. അവരന്ന് എവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും. കാരണം അവിടെ നായർ സാറുണ്ട്, അവിടെ സൂര്യേന്ദ്രൻ സാറ്, ചിലപ്പോൾ അറിയുണ്ടാവും.
അന്ന് അദ്ദേഹവും അപ്പോൾ ഒക്കെ സംസാരിച്ചു. പിന്നെ കമാൽ സാറാണ് അതിൻ്റെ മറ്റേ ചെയർമാൻ, വളരെ വലിയൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ അവിടെ ചെന്ന് പെടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, എന്നെ ഒബ്സർവേഷന് വിളിച്ചു. ചാവക്കാടുള്ള ഒരു ടീച്ചറാണ്, കാർത്തിക എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ എൻ്റെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ അവർക്ക് വല്ലാതെ ഇമ്പ്രസ്ഡ് ആയി, ശരിക്കും വളരെ സന്തോഷമായി അവർക്ക്. അപ്പോൾ പിന്നെ ഒന്നും അത് എന്താ പറയുക, വേറൊരു ചർച്ചയ്ക്ക് വേണ്ടി വന്നില്ല. ഭാഗ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒഴിവുണ്ട് അവിടെ, അങ്ങനെ അങ്ങ് കയറുകയാണ്. അപ്പോൾ അതൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ 1987 അവിടെ എത്തുന്നത്, ജൂണിലാണ്. അപ്പോൾ ഏകദേശം ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് വന്നു. പക്ഷേ വിസയൊക്കെ ആകുമ്പോൾ നെക്സ്റ്റ് ഇയറേ ആയിട്ടുള്ളൂ. എന്നാലും എനിക്ക് അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ തുടങ്ങി. അവിടുന്നാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം. അവിടുന്ന് അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അന്ന് 2 സംഘടനകൾ ഇവിടെയുള്ളൂ മെയിനായിട്ട്. ഒന്ന് കൈരളി കലാ കേന്ദ്രം എന്ന് പറയുന്നതും ഈ ദല എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ ഇവരുമായിട്ടും, കാരണം ഈ സ്കൂളുകളിലെ കോമ്പറ്റീഷൻസ് ബാക്കിയുള്ളതൊക്കെ വരുന്ന സമയത്ത് അന്ന് എനിക്ക് ഈ കലയോടുള്ളൊരു ബന്ധമുണ്ട് എന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അധികവും എന്നെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരേ സമയത്ത് വിദ്യാഭ്യാസത്തിലേക്കും അതോടൊപ്പം തന്നെ കലയുടെ ഒരു ലോകത്തിലേക്കും സാഹിത്യത്തിൻ്റെ ഒരു ലോകത്തിലേക്കും ഒരു എന്താ പറയുക അരങ്ങേറ്റം നടത്താൻ ഇതെനിക്ക് അവസരമായി. ഓക്കെ. ഈ നാട്ടിൽ വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ 87 നേരെ ഗൾഫിലേക്ക് വരുന്നു. ആ സാഹചര്യവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റി? അത് ഒരു ചോദ്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിട്ടയായ ജീവിതമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. നമുക്കറിയാം നാട്ടിൽ ഈ കലയും സാഹിത്യമൊക്കെ ആകുമ്പോൾ തോന്നിയ നേരത്ത് വരും, തോന്നിയ നേരത്ത് പോവും. പിന്നെ ഇടയ്ക്കുള്ള ഈ പാരലൽ കോളേജ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അതത്ര വലിയ അധിക നേരമൊന്നും ഉണ്ടാവില്ല. ഇത്ര മണിക്കൂറുകൾ വെച്ചിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴൊരു വലിയ പ്രശ്നം, ഇത് കംപ്ലീറ്റ് ഒരു മെക്കനൈസ്ഡ് ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്ക് ബെല്ലടിക്കുന്നു, ഇത്ര മണിക്ക് റിസസ് വരുന്നു, ഇത്ര മണിക്ക് ക്ലാസ്സുകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഇതിലേക്ക് കടക്കാൻ സത്യത്തിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഏറ്റവും വലിയൊരു മെച്ചം ഈ പരിതസ്ഥിതികളുമായിട്ട് ഇഴുകിച്ചേരാൻ ഒരു വല്ലാത്ത ഒരു തരം ഒരു ഉള്ളിലൊരു പ്രേരണ ഉണ്ടാവാറുണ്ട് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ഒരു അവസ്ഥയുമായിട്ട് ഇനി ചേരാതെ പറ്റില്ല. എങ്കിലും പ്രയാസങ്ങളുണ്ടായിരുന്നു ശരിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ പാരലൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ വളരെ ഓപ്പണായിട്ടുള്ള 60, 70, ചിലപ്പോൾ 100 ക്ലാസ്സുള്ള പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു രസമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇപ്പോൾ ഒരു 30 പിള്ളേർ ക്ലാസ്സുകൾ ചിലപ്പോൾ ഹയർ ക്ലാസ്സും ഉണ്ടാവും, ലോവർ ക്ലാസ്സും ഉണ്ടാവും. വിദ്യാഭ്യാസത്തിൻ്റെ ആ രീതി ഞാൻ മലയാളം തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പീരീഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സോഷ്യൽ സ്റ്റഡീസ്, മോറൽ സയൻസ് ഒക്കെ നമുക്ക് തരും. പക്ഷേ എനിക്കതൊന്നും അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു സാഹചര്യവുമായിട്ടൊന്ന് ഇഴുകിച്ചേരാൻ കുറച്ച് സമയമെടുത്തിട്ടുണ്ട്. ബട്ട് അത് എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ 39 വർഷത്തോളം അധ്യാപനം തന്നെ നടത്തി. അപ്പം ഇപ്പോൾ ഈ 39 വർഷത്തിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. എവിടെ പോയാലും അതിൻ്റെ ഒരു എന്താണ് ഒരു മൈലേജ് എന്ന് തന്നെ പറയാം. എൻ്റെ പ്രിയപ്പെട്ട മുരളി മാഷ്, എൻ്റെ മാഷ് എന്ന് പറഞ്ഞുള്ള അതിനെ എങ്ങനെ നോക്കിക്കാണണം? അത് ഇപ്പോൾ നാട്ടിൽ തന്നെ ഞാൻ അവിടെയുള്ള സമയത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഡിഗ്രി കുട്ടികൾക്കാണ്. അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ അവരൊക്കെ വയസ്സായിട്ടാണ്, മക്കളും മക്കളുടെ മക്കളുമായി. ആലോചിച്ചോക്കണം, 80കളിലാണത്. കളിയല്ല, ഞാൻ തമാശ പറയല്ല, മക്കളായി മക്കളുടെ മക്കളുമായിട്ടുണ്ട് അവർക്ക്. പക്ഷേ ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവരിൽ ചിലരൊക്കെ ബന്ധപ്പെടാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ അടുത്ത ദിവസം വരെ. ഇപ്പം ഞങ്ങൾക്ക് ഈ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഈ കേരളത്തിലുള്ള മലയാളം ടീച്ചേഴ്സ് മൊത്തമുണ്ട്, അതേപോലെ തന്നെ ഗൾഫിലുള്ള മലയാളം ടീച്ചേഴ്സുണ്ട്. അപ്പോൾ ഒരു ടീച്ചറുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, സാറ് 87 മറ്റേ കാഞ്ഞാണി മഞ്ഞയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അയ്യോ സാറേ, ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു. അവരിപ്പോൾ ടീച്ചറാണ്, ഖത്തറിൽ ഒരു സ്കൂളിൽ ടീച്ചറാണ്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് അവിടെ. അത് കാരണം അതിൻ്റെ കോർഡിനേറ്റർ ഞാനാണ്, മലയാള വിഭാഗത്തിൻ്റെ.
ചില CBSE ബേസ് ചെയ്തിട്ട് CBSEക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു സലാം സാറാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ, അബ്ദുൽ സലാം എന്ന് പറയുന്നത്. മൂപ്പര് NI മോഡലുണ്ടായിരുന്നു, ഇവിടെ മറ്റേ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മൂപ്പര് പട്ടാമ്പിയിലുണ്ട്. അപ്പോൾ ഡൽഹി ഇവിടേക്ക് ഉണ്ടായിരുന്നു, പല സ്ഥലത്തുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കൂടാതെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടെയുള്ള NI മോഡലിൻ്റെ സ്കൂള് നിങ്ങൾ വിശ്വസിക്കില്ല, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് 2005 ബാച്ചിലെ കുട്ടികൾ, 20 വർഷം മുമ്പാണ്, അവരെന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഞങ്ങൾ ആടിപ്പാടി തിമിർത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ വയസ്സായി സാർ, സാർ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അത് കഴിഞ്ഞതായി ഇനി വെള്ളിയാഴ്ച 2000 ബാച്ചാണ്. അപ്പോൾ അത് എത്ര വയസ്സായി ശരിക്കും അവരൊക്കെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്നേഹം കിട്ടാൻ. പൊറാശ് ഇതുപോലെ ഈ കൊച്ചി എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സാർ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ, എനിക്ക് അവിടെ അന്ന് വൈഫ് വരണ ഒരു സമയമാണ്. അപ്പോൾ അന്ന് അകത്തേക്ക് കടക്കാൻ എനിക്കിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവൻ ഓടി വന്ന് എന്നെ എല്ലാ ഇതും എന്താ പറയുക സഹായമൊക്കെ ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, അവൻ എന്നെ കൊണ്ടുപോയി അതൊക്കെ ചെയ്തു. ഇതേപോലെ എവിടെ ചെല്ലുമ്പോഴും പൊറാശം റാസൽ ഗെയിമേൽ ഇതേപോലെ ഇങ്ങനെ ഒരു വിഷു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരുത്തനെ ഓടി വന്നിട്ട് സാർ എന്നെ ഓർമ്മയുണ്ടോ? ഇനി അതുമല്ല, ഇപ്പോൾ തൊട്ട ദിവസം ഈ KMCCയുടെ ഒരു യാത്രയയപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനിങ്ങനെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സാറെന്നും പറഞ്ഞിട്ട് ഒരുത്തം വന്നു. താടിയുണ്ട്, മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട്, എന്നെ മനസ്സിലായോ? ഞാനങ്ങനെ ഇതാക്കി അലി എന്നുള്ളൊരൊറ്റ വാക്കേ അവൻ പറഞ്ഞുള്ളൂ. എനിക്ക് അപ്പോടി അലിയാർ എന്നുള്ളൊരു പയ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും. അവൻ പേപ്പറിൽ കണ്ടതാണ്, അവനെ KMCC ആയിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പേപ്പറിൽ കണ്ടിട്ട് അവൻ എന്ത് ചെയ്യാണ്, സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങിന് വരികയാണ്. അപ്പം ഇത്തരത്തിൽ കുറേയധികം കുട്ടികൾ ഇപ്പോൾ പല സ്ഥലത്ത് വെച്ച് ഞാനിപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, സാറെന്ന് പറഞ്ഞിട്ട് വിളിക്കും, അവർ വരും. ഇനി അതുമാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ അല്ലമീറിൽ നിന്ന് പോരണ സമയത്ത് അവിടുത്തെ കൊച്ചു കുട്ടികൾ, ചില വലിയവരല്ല, ചില വലിയവരുണ്ട് ഇല്ലെന്നല്ല, കാരണം ആ ഒരു വ്യത്യാസം ശരിക്കുണ്ട്. കൊച്ചു കുട്ടികൾ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയുക കരഞ്ഞിട്ടാണ് എന്നെ യാത്ര അയച്ചത്. അപ്പോൾ കുട്ടികളോടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഇത് നമുക്ക് തരുന്നത് സാധാരണ ഒരു 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 ജീവിതമല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ അത്രയ്ക്കധികം ശിഷ്യഗണങ്ങൾ അല്ലേ, അത് സമ്പന്നമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ചെന്നാലും ഒരു പ്രശ്നമില്ല, ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ കാണാതെ അവിടെ ആരെങ്കിലും ഒരാൾ നിൽക്കുന്നുണ്ടാവും അവിടെ എയർപോർട്ടിൽ. കാരണം പലപ്പോഴും NI മോഡലിലൊക്കെ കുറേ കുട്ടികൾ ഈ ദുബായ് എയർപോർട്ടിൽ, ഷാർജ എയർപോർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. അവിടെ നമ്മൾക്ക് എന്താ പറയുക VIP ട്രീറ്റ്മെൻറ്റ് കിട്ടും പലപ്പോഴും. ഇതേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് ചിലർ. ഇതേപോലെ ഇപ്പോൾ ഞാനൊരു അനുഭവം കൂടി പറയാം. ഞാനിവിടെ NI മോഡലിലുള്ള സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, അജിത്ത് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോൾ ട്രിവാൻഡ്രം കോസ്മോ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ എന്താ പറയുക കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ മാവേലിക്കരയാണ് അവൻ്റെ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ 200 ചില അന്ന് +2 200 മറ്റത് 100 ശരിക്കും മാർക്ക്. ഒരിക്കലും അതിൻ്റെ ഒരു മാർക്ക് അവന് പോവില്ല. പക്ഷേ ശാന്തനാണ്, വളരെ നല്ല പെരുമാറ്റമാണ്. ഒരു അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീട്ടിൽ വരും, ഞങ്ങളിരുന്നിട്ട് ചിലപ്പോൾ കുറേ നേരം. അവൻ മറ്റേ കോച്ചിങ്ങിന് പോയ സമയത്ത്, PC തോമസിൻ്റെ കോച്ചിങ്ങിന് പോയ സമയത്ത് ഞാൻ അവിടെ പോയിട്ട്, തൃശ്ശൂരുണ്ടല്ലോ, അവിടെ പോയിട്ട് ഞാൻ അവനെ കാണാറുണ്ട്. അത്രയ്ക്ക് എന്താ പറയുക ബന്ധമായിരുന്നു ശരിക്കും. അടുത്ത ദിവസം ഒരു മാസമായിട്ടില്ല അവൻ്റെ മെസ്സേജ്, എന്താണ് സാർ, സാറിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്, സാർ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ വരാം ഗുരുവായൂർക്ക്, ഞാൻ വരാം, നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെ കുറച്ചൊന്നും അല്ല ശരിക്കും ഈ കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധം. പക്ഷേ ആ കുട്ടികൾ തന്നെയാണ് ഞാനതാ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം മറ്റേ ഈ സൈസ് നെല്ലറയിൽ വെച്ചിട്ട് പാർട്ടി ഉണ്ടായപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ അവരിയ്ക്കുകയാണ്. അവരൊക്കെ മക്കളുള്ളവരാണ്. പക്ഷേ ഈ എന്താ പറയുക ആ ഒരു സാറ് അതേപോലെ തന്നെ ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു പഠിപ്പിക്കുന്നതിനെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ അവരോട് പറയാറില്ല. ഫ്രണ്ട്ലി അവരിലൊരാളായി മാറും. ഞാൻ അവരൊരാളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക്
എന്താ പറയുക, എന്നെ മറക്കാൻ പറ്റില്ല. ഇത് അവരോടുള്ള സ്നേഹം. ഇപ്പം നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, നിഷ്കളങ്കമായ സ്നേഹം, ഒരു അധ്യാപകനെ എപ്പോഴും ചെയ്യേണ്ടത് ഒരു സ്വാർത്ഥതയുടെയോ ഒന്നും അവൻ്റെ ഉള്ളിലുണ്ടാവാൻ പാടില്ല. അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കുട്ടികൾ വെട്ടക്ക് സ്വഭാവമുള്ളവരുണ്ടാവും, നല്ല സ്വഭാവമുള്ളവരും, അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. രണ്ട് കൂട്ടരെയും ഒരേപോലെ ചേർത്ത് പിടിക്കാൻ. അതാ ഞാൻ ഈ അടിയാരുടെയൊക്കെ ഞാൻ പറഞ്ഞത്. അവരെന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ്സിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ബട്ട് സ്നേഹമുള്ളവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഈ കുട്ടികളെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടികൾ ബേസിക്കലി വളരെ നല്ലവരാണ്. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ചിലപ്പോൾ ഈ നേച്ചറിലുള്ള ചില പ്രത്യേകതകൾ, ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് മാഷിന്റെ അനുഭവത്തിലുള്ള. തീർച്ചയായിട്ടും.